Good morning. എല്ലാവരും റെഡിയല്ലേ ക്ലാസ്സിന്? ഉഷാറായിട്ടിരിക്കുമല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. മാത്സ് ആണ് കേട്ടോ ടീച്ചർ ഇന്ന് എടുക്കണേ. ടേം 2 മാത്സ് പേജ് നമ്പർ 46 എടുത്തേ. 46 നിങ്ങൾ ചെയ്തില്ലേ? സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ, ബിഗർ നമ്പർ നോക്കിയിട്ട് സർക്കിൾ ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ടൈമിൽ ചെയ്തില്ലേ? വലുത് ഏതാണ്, ചെറുത് ഏതാണ് അല്ലേ? അത് ചെയ്തല്ലോ, നമ്മള് ചെയ്തു അല്ലെ? പ്രാക്ടീസ് ടൈമില് ബിഗർ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. പിന്നെയോ പുട്ട് എ ക്രോസ് അഗെയിൻസ്റ്റ് ദ സ്മോളർ നമ്പർ. സ്മോളർ നമ്പറിനെ നമ്മൾ ക്രോസ് ചെയ്യണം. നമ്മൾ ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ ഇവിടെ നമുക്ക് 1, 2, 3 എഴുതാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എഴുതാൻ. സ്പെല്ലിംഗ് അറിയാൻ വയ്യാതില്ലല്ലോ? എഴുതി തന്നെ ടീച്ചർ 1, 2, 3 സ്പെല്ലിങ് അറിയാമല്ലോ, നിങ്ങൾ പഠിച്ചതാ. നമ്മള് 20 വരെയാണ് എഴുതാനുള്ളത്. അതിന്റെ ഡോട്ട്സിലൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഇവിടെ 1 to 20 വരെ എഴുതി ടീച്ചറിന് അയച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ 100 വരെ എഴുതുന്ന കുട്ടികളല്ലേ, അപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ടീച്ചറിന് എഴുതി അയച്ചു തരണം കേട്ടോ. നമുക്ക് അടുത്തെടുക്കാം. ഓക്കെ, അടുത്തത് പേജ് നമ്പർ 4848 എടുത്തോളൂ. പേജ് നമ്പർ 4848 എടുത്തോ എല്ലാവരും. ഓക്കെ, നമ്മൾ ഇതിലുള്ളത് ബിഫോർ, ആഫ്റ്റർ ആൻഡ് ബിറ്റ്വീൻ. എന്തൊക്കെയാണ്? ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നിൽ എന്നാണ് കേട്ടോ. ബിഫോർ. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്നിൽ. ശേഷം എന്ന് പറയും, ശേഷം, അതിന് ശേഷം എന്നൊക്കെ പറയും. പിന്നെ ഏതാണുള്ള? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഇടയ്ക്കുള്ളത്. അതായത് സപ്പോസ് ടീച്ചർ കാണിച്ചു തരുവാണ്, ഇത് ടീച്ചറിന്റെ മുന്നിലാണുള്ളത് അല്ല, ഈ ബുക്ക് ടീച്ചറിന്റെ മുന്നിലാണുള്ളത്. ഞാൻ എന്ത് പറയും? ബിഫോർ. മുന്നിൽ, എന്റെ മുന്നിൽ. ഞാനിവിടെ ലൈനിൽ നിൽക്കുവാണ്. 1, 2, 3. ഓക്കെ, ഇപ്പൊ ഈ ലൈനിൽ നിൽക്കുക. അപ്പൊ എന്റെ മുന്നിലുള്ളത്, ടീച്ചറിന്റെ മുന്നിലാകാ ബുക്ക്. സോ ബുക്ക് ഈസ് എന്ത് പറയും? ഇൻ ഫ്രണ്ട് ആണത് ബുക്ക് പറയുന്നത്. അപ്പൊ ടീച്ചർ പക്ഷെ ഒരു ഓർഡറിൽ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുന്നിൽ. ഓക്കെ. ആഫ്റ്ററോ എന്റെ പുറകിൽ ആരുണ്ട്? ബോർഡ് ഉണ്ട് അല്ലെ? അപ്പൊ പിന്നിൽ. ഓക്കെ, ഇനി ഇവിടെ രണ്ടുപേരും നടുക്കാറുണ്ട്. ബുക്ക് ഇവിടെ, ബോർഡ് ഇവിടെ. നടുക്കാരുള്ള ടീച്ചറുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബിഫോർ എന്ന് പറഞ്ഞ മുന്നിൽ, ആഫ്റ്റർ എന്ന് പറഞ്ഞ പിന്നിൽ, ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ഇടയ്ക്ക്. അപ്പൊ സ്പെല്ലിംഗ് നമ്മൾ നോക്കണം. ബിഫോർ എന്താണ്? BEFORE. ബിഫോർ പറഞ്ഞ മുന്നിൽ. ആഫ്റ്റർ പറഞ്ഞ ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് പറഞ്ഞ പിന്നിൽ, പുറകിൽ. ഓക്കെ, പിന്നെ ഏതാ ഉള്ളേ? ബിറ്റ്വീൻ. BETWEEN. ബിറ്റ്വീൻ, ഇടയ്ക്ക്. കിട്ടിയോ? ഓക്കെ, ടീച്ചർ എക്സാമ്പിൾസ് കാണിച്ചു തരാം. അതായത് നമുക്ക് 1, 2, 3 നോക്കാം അല്ലെ? അതല്ലേ എളുപ്പം. 1, 2, 3 നോക്കിക്കോ. ഇതില് 3 നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എങ്ങനെ എഴുതണേ? 1, 2, 3 ഇങ്ങനെയല്ലേ എഴുതണേ? ഓക്കെ, നമുക്ക് ഇതിന്റെ മുന്നിലുള്ള, ഏറ്റവും മുന്നിലുള്ളത് ആരാ? 1. 1നെ അപ്പൊ എന്താ പറയും? 1 ഈസ് ബിഫോർ 2. 2വിന് മുന്നിലാണ് 1. കിട്ടിയോ? അപ്പൊ എന്താ പറയും? 1 ഈസ് എന്താ പറയും? ബിഫോർ ആർക്കാ മുന്നില്? 2. 2വിന് മുന്നിലാണ് 1. കിട്ടിയോ? ഓക്കെ, അപ്പൊ പിന്നിലാരാ? ആഫ്റ്റർ ആരാ? 3 അല്ലേ? അപ്പൊ എന്താണ്? 3 ഈസ് എന്താ പറയും? ആഫ്റ്റർ. ആർക്ക് ശേഷമോ? എത്ര കഴിഞ്ഞിട്ടാ? 3. 2 കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്താ പറയും? 2. 3 ഈസ്
ആഫ്റ്റർ 2. 2 കഴിഞ്ഞിട്ടല്ലേ 3 വരിക. അപ്പൊ നടുക്കാരെ നിൽക്കണേ 2 അല്ലേ? 1ന്റെയും 2ന്റെയും 3ന്റെയും നടുക്കുള്ളതാണ് 2. നമ്മൾ എന്താ പറയും 2-നെ? 2 ഈസ് ബിറ്റ്വീൻ, ഇടയ്ക്കുള്ളതാ. ആർക്കൊക്കെ ഇടയ്ക്ക? 1 and 3. പിടികിട്ടിയോ? സോ നമുക്ക് ഫുൾ ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് തന്നേക്കണം നോക്കിയേ. ഇതെന്താണ്? 3 എയ്റോപ്ലെയിൻസ് തന്നിട്ടുണ്ട്. കണ്ടോ? 3 എയ്റോപ്ലെയിൻസ് തന്നിട്ടുണ്ട്. ഇതില് ഏതാണ് ബിഫോർ, ഏതാണ് ആഫ്റ്റർ, ഏതാണ് ബിറ്റ്വീൻ നോക്കിയേ. ഇതില് മുന്നേ പോണതാരാ? ഏറ്റവും മുന്നേ പോണേ ഈ എയ്റോപ്ലെയിൻ. അപ്പൊ എന്ത് പറയുന്നേ? ബിഫോർ എന്ന് പറയും കേട്ടോ. മുന്നേ. പിന്നെ ഇതിന്റെ ഏറ്റവും പിന്നിൽ പോണതാരാ? ഏറ്റവും പുറകിലാരാ? ഈ എയ്റോപ്ലെയിനാ. അപ്പൊ എന്താ പറയുന്നേ? ആഫ്റ്റർ എന്ന് പറയും. ഓക്കെ, കിട്ടിയാ? ഇനിയോ നടുക്കുള്ളതാരാ? ഇതിന്റെ നടുക്കുള്ളതാരാ? ഈ എയ്റോപ്ലെയിൻ. അതിനെന്ത് പറയും? ബിറ്റ്വീൻ എന്ന് പറയും. പിടികിട്ടിയോ? അപ്പൊ മുന്നേ പോയതിന് ബിഫോർ പറഞ്ഞു, ഏറ്റവും പുറകെ പോയതിന് ആഫ്റ്റർ പറഞ്ഞു, ഇടയ്ക്കുള്ളതിന് ബിറ്റ്വീൻ എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും. ഓക്കെ, ഇനി നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാം. നോക്കിയേ, 10 വരെയുള്ള 0 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് വന്നിട്ടുണ്ട്. നോക്കിയേ, 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 0 തൊട്ട് 10 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 0 തൊട്ട് 10 വരെയുള്ള 11 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ 11 നമ്പേഴ്സ് ആണ് തന്നിട്ടുണ്ട് 10 വരെ. അപ്പൊ നമ്മൾ ഇതില് ആരൊക്കെ മുന്നിൽ ആരൊക്കെ പിന്നിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിലൊരു പറഞ്ഞേക്കണത് നിങ്ങൾ നോക്കിക്കേ. 1 ഈസ് എന്ന് പറയും നമ്മള്. 1 ഈസ് ബിഫോർ പറഞ്ഞ ആരുടെ മുന്നിലാ? 2ന്റെ. അപ്പൊ എന്താ പറയും നമ്മള്? 1 ഈസ് ബിഫോർ 2. 2ന് മുന്നിലല്ലേ? അല്ലേ? അപ്പൊ 1 ഈസ് ബിഫോർ 2. ഓക്കെ, നമ്മള് ഓക്കെ. ഇനിയോ ആരുടെ ശേഷം 1? ആരുടെ ശേഷം? ആര് കഴിഞ്ഞിട്ടാ 1? 0 അല്ലേ? അപ്പൊ എന്ത് പറയും? 1 ഈസ് ആഫ്റ്റർ 0. 0 കഴിഞ്ഞിട്ടല്ലേ 1 അല്ലേ? ഓക്കെ, ഇനി എന്ത് പറയും നമ്മള്? 1 ഈസ് ബിറ്റ്വീൻ ആരുടെയൊക്കെയാ? ആരുടെയൊക്കെ ഇടയ്ക്കാ 1? ആരുടെ നടുക്ക? 0യുടെയും 2ന്റെയും നടുക്ക് അല്ലേ? ബിറ്റ്വീൻ 0 and 2. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്ന് നോക്കണം. നോക്കിയേ, 2 കംസ് ബിഫോർ 3. ഈ 2 എന്താ ചെയ്തേക്കണേ? 2 3ക്ക് മുന്നേ ആണ്. അപ്പൊ എന്ത് പറയും? 2 കംസ് ബിഫോർ ആർക്ക്? 3ക്ക് മുന്നേ ആണ് അല്ലേ? ആണോ? ഓക്കെ, ഈ 4 കംസ് ആരുടെ മുന്നെയാ? ബിഫോർ പറയുവാണെങ്കിൽ ബിഫോർ ആരുടെ മുന്നെയാ? 4 ആരുടെ മുന്നെയാ? 5ന്റെ അല്ലേ? അപ്പൊ 5ന്റെ മുന്നെയാണ് 4. പിന്നെ 4 ആരുടെ പിന്നിൽ ആഫ്റ്റർ. 4 കംസ് ആഫ്റ്റർ ആര് കഴിഞ്ഞിട്ടാ 4 തന്നെ? നോക്കിക്കേ, ആര് കഴിഞ്ഞിട്ടാ 4 തന്നെ? ആരാ? 3 കഴിഞ്ഞിട്ടാണ് 4 എഴുതുന്നത് അല്ലേ? 4 കംസ് ആഫ്റ്റർ 3. ഇൻ ബിറ്റ്വീൻ പറഞ്ഞേ. ബിറ്റ്വീൻ 4 ആരുടെ ഇടയ്ക്കൊക്കെയാ? കണ്ടോ?
ഇവരുടെ രണ്ടുപേരുടെ നടുക്കായിട്ടാണ് 4. അപ്പൊ എന്തെഴുതും? 4 comes between ആരൊക്കെ 4ന്റെ മുന്നിലും പിന്നിലുള്ള 3ഉം 5. അപ്പൊ എന്തെഴുതും? 3 and 5. പിടികിട്ടിയോ? മക്കൾക്ക് മനസ്സിലായോ? എല്ലാം കൂടെ പ്രശ്നമായോ? നോക്കിയേ, ഈ 4ന്റെ കാര്യം മാത്രം. 4 മതി, 2 വേണ്ട അല്ലേ? 2 നമുക്ക് പറഞ്ഞു, 2 വേണ്ട. 4ന് മാത്രം നോക്ക്. 4 comes before 5. 5ന് മുന്നെയാണ്. മുന്നേ അല്ലേ? 4 കഴിഞ്ഞിട്ടല്ലേ 5 വരിക? 5ന് മുന്നെയാണ് 4 അല്ലേ? അപ്പൊ എന്താണ്? 4 comes before 5. 5ന് മുന്നെയാണ്. 4 comes after 3. 3ക്ക് ശേഷം. 3 കഴിഞ്ഞിട്ടാണ് നമ്മൾ 4 പറയുക. അപ്പൊ 4 comes after 3. പിന്നെയോ 4 comes between. ഇത് നടുക്കാണ്. ആരുടെയൊക്കെ നടുക്ക്? 3യുടെയും 5ന്റെ. അതാണ് 4 comes between 3 and 5. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ മക്കൾക്ക്? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ ഓരോ നമ്പേഴ്സിനും നമ്മൾ പറയണം. നമ്മൾ പറയുമ്പോ നോക്കിയ ഇപ്പൊ ഒരു 7 പറഞ്ഞിട്ടുണ്ട്. 7 ആണെങ്കിൽ നമ്മൾ ഇപ്പൊ നോക്കി, ഇതാണ് 7. നമ്മളെല്ലാം ഒന്ന് പറഞ്ഞേ. ഇവരാകെ ആഫ്റ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കത് ഫുള്ള് പറയാം. 7ന്റെ നോക്കിയ 7 ആണ് നമ്മൾ എടുത്തേക്കുന്ന നമ്പർ കേട്ടോ. 7. നിങ്ങൾ ബിഫോറും ആഫ്റ്ററും ബിറ്റ്വീനും പറഞ്ഞായിരുന്നു. ടീച്ചർ പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തന്നേ. 7 കംസ് ബിഫോർ. ആദ്യം പറഞ്ഞേ. ബിഫോർ ആരുടെ മുന്നിലെയാ? വന്നേക്കണേ 8. കണ്ടോ? 8ന്റെ മുന്നിൽ അല്ലേ? ഓക്കെ. 7 കംസ് ആഫ്റ്റർ. ആര് കഴിഞ്ഞിട്ടാണ് വന്നേക്കണേ? ആർക്ക് ശേഷമാ? ആര് കഴിഞ്ഞിട്ടാ 7 വന്നേ? പറഞ്ഞേ. 6 കഴിഞ്ഞിട്ട്. അപ്പൊ എന്ത് പറയും നമ്മള്? 7 comes after 6 അല്ലേ? 6 കഴിഞ്ഞ് 7. ഇനി ബിറ്റ്വീൻ പറഞ്ഞ എന്ത് പറയും? 7 comes between ആരുടെയൊക്കെയാ? 6ന്റെയും 8ന്റെയും. കേട്ടോ? 6ന്റെയും 8ന്റെയും. അപ്പൊ എന്ത് പറയും? 6 and 8. ഓക്കെ. ക്ലിയർ ആയോ? അപ്പൊ ഇത്ര ഉള്ളൂ സംഭവം. നമുക്കിനി ഇതിന്റെ എന്ത് ചെയ്യണം? റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കംസ് ബിഫോർ. മുന്നിലുള്ളത് എഴുതണം കേട്ടോ. നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ മുന്നിലുള്ളതിനെ നമ്മൾ എഴുതാൻ പോവാം. മുന്നിലുള്ളത് ഇങ്ങനെയാ തന്നേക്കണേ. ഇവിടെ ഒരു 15 തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു 22 തന്നിട്ടുണ്ട്. പിന്നെ തന്നേക്കണേ 32. നമുക്ക് ആദ്യം ഇത് ചെയ്ത് തീർക്കാം, എന്നിട്ട് ഓരോന്നിട്ട് പോവാം. ഓക്കെ. 15, 22, 32. നിങ്ങളോട് പറഞ്ഞേക്കണത് റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കംസ് ബിഫോർ. മുന്നിൽ വരുന്ന നമ്പർ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ആഫ്റ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, ബിറ്റ്വീനും പറഞ്ഞിട്ടില്ല. ഓൺലി റൈറ്റ് ദ നമ്പർ ദാറ്റ് കംസ് ബിഫോർ. മുന്നിൽ വരുന്നത്. നിങ്ങക്ക് 15 തന്നിട്ടുണ്ട്. 15ന് മുന്നിൽ ആരാ ഉള്ളേ? ഏതൊരു പറഞ്ഞേ? 14 അല്ലേ? 14 കഴിഞ്ഞിട്ടാണ് 15. നിങ്ങൾക്കറിയാം 5ന് മുന്നേ 4 ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ആരാണ് ഇതിൽ വന്നേക്കണേ? 14. ഓക്കെ. അടുത്തത് 22. 22ന് മുന്നേ വരുന്ന ആരാ? ഈ 2ന് മുന്നേ ആരാണ്? 1 ആയിരിക്കും. അപ്പൊ എന്ത് വരും? 21 അല്ലേ? 22 മുന്നേ ആരാണ്? 21. 21 കഴിഞ്ഞ് 21, 22, 23 ഇങ്ങനെ നമ്മൾ പറയണേ അല്ലെ? അപ്പൊ 22 മുന്നേ വരുന്ന ആരാ? 21. ഓക്കെ. അടുത്ത എന്തൊക്കെ ആരാണ്? 32. 32 മുന്നേ വരുന്ന ആരാ? 31. 32 മുന്നേ വരുന്നത് 31. 31 കഴിഞ്ഞിട്ടാണ് നമ്മൾ 32 പറയുക അല്ലെ? അതാണ് മുന്നിൽ വരുന്നത് കേട്ടോ. ഇനിയും തന്നിട്ടുണ്ട്. അടുത്ത ഏതാണ്?
55, 31, 63. ഇത്രയും തന്നിട്ടുണ്ട്. ആരാ 55 മുന്നേ ആരാ 50 4. 5 മുന്നേ 4 അല്ലേ? 54. അടുത്ത 31 മുന്നേ എന്തായിരിക്കും? പറഞ്ഞേ 29 30 31. അപ്പൊ എത്ര ഇവിടെ 30. 63 മുന്നേ ആരാ 60, 61, 62, 63. ഇപ്പൊ 62. ഓക്കെ. അപ്പൊ ഇത്ര ടീച്ചർ പറഞ്ഞു തരത്തുള്ളൂ. ബാക്കി നിങ്ങൾ മക്കൾ തന്നെ, എനിക്കറിയാലോ, നമ്പേഴ്സ് എല്ലാം അറിയാലോ. നിങ്ങളെല്ലാം ബാക്കിയെല്ലാം ഇത് രണ്ടും നിങ്ങൾ തന്നെ ഫിൽ ചെയ്യണം. ചെയ്യുവോ? ഏതാണ് മുന്നേ വരുന്നത്? നിങ്ങൾ തന്നെ ചെയ്യണം. പേരൻസ് സഹായിക്കണ്ട. മനസ്സിലായെങ്കിൽ തന്നെ ചെയ്യുക. എന്നിട്ട് അറിയത്തില്ലെങ്കിൽ മാത്രം ചോദിക്കണം. അച്ഛനോടും അമ്മയോടും ചോദിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത എന്താണ്? റൈറ്റ് ദ നമ്പേഴ്സ് ദാറ്റ് കംസ് ആഫ്റ്റർ. ശേഷം വരുന്നത്. നമ്മൾ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അതിന്റെ പിന്നെ വരുന്നത് എന്താണെന്ന് ചോദിച്ചത്. തന്നേക്കുന്ന നമ്പേഴ്സ് ഇതാണ് 16, 29, 32. അതായത് ഇവർ ചോദിച്ചേക്കുന്നത് ഇതിന് ശേഷം വരുന്നത്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. 16 കഴിഞ്ഞ എത്രയാ? 17 അല്ലേ? 16 കഴിഞ്ഞ് 17. അപ്പൊ ആഫ്റ്റർ ഏതാ? 16ന്റെ ആഫ്റ്റർ ഏതാണ്? 17. 29ന്റെ ആഫ്റ്റർ ഏതാ? 29. കേക്കട്ടെ. 30 അല്ലേ? ഓക്കെ. 32ന് ശേഷമോ? 32ന് ശേഷം ഏതാ? 33. നിങ്ങക്ക് നമ്പേഴ്സ് നന്നായിട്ട് അറിയാവുന്നല്ലേ? ഓക്കെ. അടുത്തത് തന്നിരിക്കുന്നത് 43, 49, 37. നോക്കിക്കേ. 43ക്ക് ശേഷം ഏതാ? പറഞ്ഞേ. 45 അല്ലല്ലോ. 44. 49ന് ശേഷം 49, 50, 50. 37ന് ശേഷം ഏതാ? 38. ഓക്കെ, കിട്ടിയോ? അതുപോലെ ഈ രണ്ട് കോളം നിങ്ങൾ ഫിൽ ചെയ്യോ? ആഫ്റ്റർ ശേഷം പറഞ്ഞ എന്താന്ന് വെച്ചാ. ഓക്കെ, ഇനിയുള്ളത് റൈറ്റ് ദ നമ്പർ ദാറ്റ് കംസ് ബിറ്റ്വീൻ. നടുക്ക് വരുന്നത്. നടുക്ക് കേട്ടോ. ആഫ്റ്ററും കഴിഞ്ഞു, ബിഫോറും കഴിഞ്ഞു. ഇനി ബിറ്റ്വീൻ ആണേ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ടീച്ചർ പറഞ്ഞേ? ഇടയ്ക്കുള്ളത്. ഇവര് തന്നിരിക്കുന്നത് 16 തന്നിട്ടുണ്ട്. ഈ നമ്പർ തന്നിട്ടില്ല. പിന്നെ എന്തായിരിക്കും തന്നേക്കണേ? 18 തന്നിട്ടുണ്ട്. പിന്നെ നടുക്കേതാ? പറഞ്ഞേ. 16ന്റെ 18ന്റെ നടുക്കേതാ? 17. 16, 17, 18. നടുക്കാരാ? ബിറ്റ്വീൻ ആരാ? ബിറ്റ്വീൻ 17. അടുത്ത ഏതൊക്കെയാ തന്നേക്കണേ? 20, 22. നടുക്കാരാ? 20. പറഞ്ഞ അടുത്ത നമ്പർ 21 അല്ലേ? 21. അടുത്ത നിൽക്കുന്നത് 19, 21. ഇതിന് നടുക്കാരായിരിക്കും 19, 20, 21 അല്ലേ? 19, 20, 21. ഓക്കെ. അടുത്ത ആരെയും നിൽക്കണേ? 23ഉം 25 തന്നിട്ടുണ്ട്. 23, 25. അടുക്കാരാ? 24. നിങ്ങക്ക് നമ്പേഴ്സ് ഒന്നും പറഞ്ഞു തരുന്നല്ലോ. മക്കൾക്ക് നമ്പേഴ്സ് ഒക്കെ അറിയില്ലേ? നമ്പേഴ്സ് ഒക്കെ അറിയത്തില്ലേ? അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ വേഗം അടുത്തതും ചെയ്യുക. ചെയ്യൂലേ? ചെയ്തിട്ട് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞുതരാം.
നല്ല വലിയ കുട്ടികളാണ്. എനിക്കിപ്പോ ഈ പിന്നെ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ടീച്ചർ എന്താ പറഞ്ഞേ, എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞു തന്നെ? എന്തുവായിരുന്നു എന്തുവായിരുന്നു? ആ പറയാമേ. എന്തുവായിരുന്നു? ബിഫോർ, പിന്നെ ആഫ്റ്റർ, ബിറ്റ്വീൻ അല്ലേ? ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ. ബിഫോർ എന്ന് പറഞ്ഞ മുന്നിൽ, ആഫ്റ്റർ എന്ന് പറഞ്ഞ പിന്നിൽ, ബിറ്റ്വീൻ എന്ന് പറഞ്ഞ നടുക്ക്. ബിഫോർ മുന്നിൽ, ആഫ്റ്റർ പിന്നിൽ, ബിറ്റ്വീൻ നടുക്ക്. ഓക്കെ, ഇത്രയും കിട്ടിയോ? അപ്പൊ ടീച്ചർ ഒന്ന് കുറച്ച് നമ്പേഴ്സ് പറയുകയാണ്. ഇപ്പം 7ന്റെ ബിഫോർ എന്താ? ബിഫോർ മുന്നിൽ 6 അല്ലെ? 7ന്റെ പിന്നിൽ എന്താ? പിന്നിൽ 8 അല്ലെ? ആരുടെയൊക്കെ നടുക്ക 7? 6ന്റെ 8ന്റെ. അപ്പൊ എന്ത് പറയും? ബിറ്റ്വീൻ അല്ലെ? ബിറ്റ്വീൻ 6 and 8. ഇത്രേ ഉള്ളൂ. ചെയ്യോ? വൃത്തിയായിട്ട് ചെയ്തിട്ട് ടീച്ചർ അയച്ചു കേട്ടോ. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ആരൊക്കെ ചെയ്യുമെന്ന് നോക്കട്ടെ. തന്നെ ചെയ്താൽ മതിയേ. അച്ഛനെ അമ്മയെ ഹെൽപ്പിന് വിളിക്കണ്ട. അറിയത്തില്ലെങ്കിൽ മാത്രം ഹെൽപ്പിന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ അറിയത്തില്ലെങ്കിൽ ടീച്ചറിനോട് പറയണം. ടീച്ചർ ഒന്നും കൂടെ എടുത്തു തരാം. ഓക്കെ, ഇപ്പൊ പൊക്കോട്ടെ. ഓക്കെ, ബൈ.